ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെടുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാട് തേവക്കൽ ജംഗ്ഷന് വളരെ അടുത്തായിട്ടാണ്. തേവക്കൽ ജംഗ്ഷനിൽ നിന്നും 500 മീറ്റർ മാത്രം മാറിയാണ് ഈ കാണുന്ന ഒരു വില്ല പ്രൊജക്ട് സ്ഥിതി ചെയ്യുന്നത്. റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ്. നമുക്ക് വീടിന്റെ എലിവേഷൻ ഒക്കെ ഒന്ന് കണ്ടിട്ട് വരാം. അതോടൊപ്പം ബാക്കി ഡീറ്റെയിൽസ് കൂടി ഷെയർ ചെയ്യാം. വീടിന്റെ എലിവേഷൻ നിങ്ങൾ കണ്ടതാണ്. നമുക്ക് ഓരോ സ്ഥലങ്ങളിലേക്കുള്ള ദൂരമൊക്കെ നോക്കുമ്പോഴേക്കും ഒന്നും കൂടെ നിങ്ങൾ ഈ ഒരു പരിസരമൊക്കെ ഒന്ന് കണ്ടോളൂ. ഇവിടെ നിന്ന് ബസ് റൂട്ടിലേക്ക്, അതായത് തേവക്കൽ ജംഗ്ഷനിലേക്ക് വെറും 500 മീറ്റർ ആണ് ദൂരം വരുന്നത്. നമുക്ക് ഇവിടെ നിന്ന് വിദ്യോദയ സ്കൂളിലേക്ക് 1 കിലോമീറ്റർ ആണ് വരുന്നത് ദൂരം. വളരെ അടുത്താണ്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നിന്നും ഇടപ്പള്ളി ലുലു മാളിന്റെ ഭാഗത്തേക്ക് പോകണമെങ്കിൽ 9.7 കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് വരുന്നത്. ഇൻഫോ പാർക്കിലേക്ക് 6.8 കിലോമീറ്ററും എയർപോർട്ട് ഭാഗങ്ങളിലേക്ക് 17 കിലോമീറ്ററുമാണ് ദൂരം വരുന്നത്. ക്യുസാറ്റ് എല്ലാവർക്കും അറിയാം. കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ക്യുസാറ്റിലേക്ക് വെറും 5 കിലോമീറ്റർ ആണ് ഇവിടെ നിന്നുള്ള ദൂരം വരുന്നത്. നമുക്ക് ഈസി ആയിട്ട് സീപോർട്ട് റോഡിലേക്ക് എത്താം. അവിടെയാണ് നൈപുണ്യ സ്കൂൾ ഉള്ളത്, സൺറൈസ് ഹോസ്പിറ്റൽ, ഭാരത് മാത എല്ലാം അവിടെയാണ്. വെറും 4 കിലോമീറ്റർ കൊണ്ട് നമുക്ക് സഞ്ചരിച്ചു കഴിഞ്ഞാൽ സീപോർട്ട് റോഡിലേക്ക് ഈസി ആയിട്ട് എത്താം. മെട്രോ സ്റ്റേഷൻ നോക്കുവാണെങ്കിൽ ക്യുസാറ്റ് മെട്രോ സ്റ്റേഷൻ നമുക്ക് അടുത്താണ്. 7 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. 4 സെന്റിൽ 1780 സ്ക്വയർ ഫീറ്റിൽ ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 3 ബെഡ്റൂമോടുകൂടി വളരെ ഭംഗിയായിട്ടും എന്താ പറയാ, കംപ്ലീറ്റ് ആയിട്ട് എല്ലാ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന എല്ലാ മെറ്റീരിയൽസും വളരെ സ്റ്റാൻഡേർഡ് ആയതും ഏറ്റവും നല്ല ഹൈ ക്വാളിറ്റി ഇട്ടിട്ടുമാണ് ചെയ്തിരിക്കുന്നത്. വീടിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കടക്കാം. നിങ്ങൾ ഇതിന് റോഡ് കണ്ടു. നമുക്ക് ഇവിടെ ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ കാണുന്ന ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. രണ്ട് വാഹനങ്ങൾക്ക് സുഖമായിട്ട് കടന്നു പോകാവുന്ന വീതിയുള്ള ടാർ റോഡ് തന്നെയാണ്. അതിനെ ഫേസ് ചെയ്താണ് നമ്മുടെ ഈ ഒരു വീട് ഇരിക്കുന്നത്. മതിൽ നല്ല ഭംഗിയുള്ള ടെക്സ്ചർ ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. അതിനിടയ്ക്കുള്ള പോർഷനിലൊക്കെ നോക്കിയാൽ കാണാം നല്ല ഭംഗിയുള്ളൊരു ലേസർ കട്ട് ഡിസൈൻ കൂടെ വരുന്നുണ്ട്. നല്ല ഹൈറ്റിൽ തന്നെയാണ് മതിൽ ചെയ്തിരിക്കുന്നത്. ഗേറ്റ് വന്നിട്ട് ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ട് ഓപ്പൺ ചെയ്യാവുന്ന രീതിയിലും മറ്റേ സൈഡ് വന്നിട്ട് ഹോൾഡ് ചെയ്യാവുന്ന രീതിയിലുമാണ് കൊടുത്തിരിക്കുന്നത്. സിമ്പിൾ ആയിട്ടും സ്റ്റാൻഡേർഡ് ആയ രീതിയിലുമാണ് വീടിന്റെ എലിവേഷൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് റൈറ്റ് സൈഡിലൊക്കെ നോക്കിയാൽ കാണാം ആ ഭാഗങ്ങളിലൊക്കെ നല്ല കോപ്പർ കളറുള്ള ടെക്സ്റ്റഡ് വർക്കാണ് കൊടുത്തിരിക്കുന്നത്. ആവശ്യത്തിനുള്ള ലൈറ്റ് ഫിറ്റിംഗ്സ് കൊടുത്തിട്ടുണ്ട്. മുകളിലൊക്കെ ഭംഗിയായിട്ട് ഹാങ്ങിങ് ലൈറ്റ് കാണാം. താഴെ സിറ്റ് ഔട്ടിൽ ഫാൻ ഫിറ്റിംഗ് ഉണ്ട്. ആ ഒരു വോള് തന്നെ വളരെ അട്രാക്റ്റീവ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഗേറ്റ് തുറന്ന് നമ്മൾ നേരെ വീടിനകത്തേക്ക് വരുമ്പോൾ വലിയൊരു മുറ്റം തന്നെയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഈ കാണുന്ന സ്പേസ് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോൺസ് വിരിച്ചിട്ട് ഗ്രാസ് ആണ് കൊടുത്തിരിക്കുന്നത്. 2 കാറുകൾക്കുള്ള പാർക്കിംഗ് സ്പേസ് ആണ് ഈ കാണുന്ന വലിയൊരു ഏരിയയിൽ നമുക്ക് കിട്ടുന്നത്. നമ്മൾ നേരെ വീടിനകത്തേക്ക് കയറിയിട്ട് ലെഫ്റ്റ് സൈഡ് നോക്കുവാണെന്നുണ്ടെങ്കിൽ മതിൽ കംപ്ലീറ്റ് ആയിട്ട് ടെക്സ്ചർ വർക്കാണ് ചെയ്തിരിക്കുന്നത്. സൈഡിലൂടെ പോകുമ്പോഴെല്ലാം തന്നെ ചെറിയ മെറ്റൽ ചിപ്പുകളാണ് വിരിച്ചിരിക്കുന്നത്. നല്ല രീതിയിൽ സെറ്റ് ബാക്ക് കൊടുത്തിട്ടാണ് വീട് ചെയ്തിരിക്കുന്നത്. വീടിനകത്തേക്ക് നമ്മൾ കയറിയിട്ട് റൈറ്റ് സൈഡിലേക്ക് വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു ടോട്ടലി നമുക്ക് ഇവിടെ 1-2 വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാം. രണ്ടാമത്തേക്ക് ഒരു കാർ പാർക്ക് ചെയ്യുന്ന ഈ ഒരു ഭാഗത്തോടെ വരുമ്പോൾ നമുക്ക് KWയുടെ മീറ്റർ കാണാം. വാട്ടർ സോഴ്സിനായിട്ട് നമുക്ക് KW വാട്ടറും മറ്റൊന്നായിട്ടുള്ളത് ബോർവെല്ലും ആണ്. അപ്പൊ 2 തരത്തിലുള്ള വാട്ടർ സോഴ്സസ് ആണ് നമുക്ക് ഇവിടെ ഉള്ളത്. വീടിന്റെ റൈറ്റ് സൈഡിലൂടെ പോകുമ്പോഴും നല്ല രീതിയിൽ വിട്ട് കൊടുത്തിട്ടാണ് ഈ ഒരു ഭാഗമൊക്കെ ചെയ്തിരിക്കുന്നത്. ഇവിടെയും കംപ്ലീറ്റ് ആയിട്ട് മെറ്റൽ ചിപ്പുകളാണ് വിരിച്ചിരിക്കുന്നത്. വീടിന്റെ ഏറ്റവും ആ ഒരു ബാക്ക് സൈഡിലേക്കൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് അവിടെ നിന്നാണ് വർക്ക് ഏരിയ സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ വരെ നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് വീടിന്റെ സിറ്റ് ഔട്ടിലാണ്. വളരെ വീതിയായിട്ട് വിഡ്ത്തും ലെങ്ത്തും ഒക്കെയുള്ള വലിയൊരു സിറ്റ് ഔട്ട് ആണ്. 6-7 ചെയറുകൾ പ്ലേസ് ചെയ്യാവുന്ന നല്ലൊരു സ്പേസ് ആണ് നമുക്ക് സിറ്റ് ഔട്ടിനകത്ത് കിട്ടുന്നത്. സിറ്റ് ഔട്ടിന്റെ പില്ലർ നോക്കുവാണെങ്കിൽ ഭംഗിയായിട്ട് ക്ലാഡിംഗ് സ്റ്റോൺസ് ആണ് ചെയ്തിരിക്കുന്നത്. മുകളിൽ കാണുന്ന പോർഷൻസിലൊക്കെ LED ബൾബുകൾ കൊടുത്തിട്ടുണ്ട്. ഞാൻ നിൽക്കുന്ന സിറ്റ് ഔട്ടിന്റെ നേരെ മുകളിൽ നോക്കുവാണെങ്കിൽ LED ബൾബുകൾ കൂടാതെ LED സ്ട്രിപ്പുകൾ ഇട്ടിട്ടുണ്ട്. ഒരു ഫാൻ ഫിറ്റിംഗ് കൂടി നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. വീടിന്റെ മെയിൻ ഡോർ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. കംപ്ലീറ്റ് ആയിട്ട് തേക്കിലാണ്, ടീക്ക് വുഡിലാണ് അത് ചെയ്തിരിക്കുന്നത്. മെയിൻ ഡോർ വരുന്നത് നോർത്ത് ഫേസിംഗ് ആയിട്ടാണ്. വടക്ക് ഭാഗത്തേക്കാണ് വീടിന്റെ മെയിൻ ഡോറിന്റെ ദർശനം വരുന്നത്.
ഈ ഒരു വീട്ടിൽ നിന്ന് ഞാൻ പറഞ്ഞു നമ്മുടെ മെയിൻ റോഡിലേക്ക് ബസ് റൂട്ടിലേക്കൊക്കെ വെറും 500 മീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. ആ ഒരു 500 മീറ്റർ ഡിസ്റ്റൻസിൽ തന്നെയാണ് നമുക്ക് സൂപ്പർ മാർക്കറ്റുകളും ഷോപ്പുകളും ബസ് റൂട്ടും എല്ലാം തന്നെ വരുന്നത്. നമുക്ക് ഇവിടെ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരുടെയും ആരാധനാലയങ്ങൾ നോക്കുവാണെങ്കിൽ ഒരു 400 മീറ്റർ ചുറ്റളവിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് ഞാൻ പറഞ്ഞു ഒരുപാട് പേര് നമുക്ക് വിളിക്കുമ്പോൾ ചോദിക്കുന്ന ഒരു കാര്യമാണ് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ കുസാറ്റിന്റെ ഒരു 5 അല്ലെങ്കിൽ 6 കിലോമീറ്റർ സറൗണ്ടിങ്സിൽ ഒരു വീട് വേണമെന്നുള്ളത്. നമുക്ക് ഈ ഒരു വീട്ടിൽ നിന്നും കുസാറ്റിലേക്ക് വെറും 5 കിലോമീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. നല്ലൊരു ഹോസ്പിറ്റൽ നോക്കുവാണെങ്കിൽ സൺറൈസ് വളരെ അടുത്താണ്. സീപോർട്ട് റോഡിലേക്ക് നമുക്ക് വെറും 4.5 കിലോമീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. മെഡിക്കൽ കോളേജിലേക്ക് വെറും 2 കിലോമീറ്ററുമാണ് ദൂരം വരുന്നത്. മെയിൻ ഡോർ തുറന്ന് ഞാനിപ്പോൾ നേരെ വന്ന് നിൽക്കുന്നത് ഇവിടുത്തെ ലിവിംഗ് സ്പേസിലാണ്. നമുക്ക് ഫ്ലോർ നോക്കുവാണെങ്കിൽ ഭംഗിയായിട്ട് ഓഫ് വൈറ്റ് ഷെയ്ഡിൽ ചെറിയൊരു ഡിസൈൻ വരുന്ന ഒരു ടൈലാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന എല്ലാ മെറ്റീരിയലും നല്ല ഫസ്റ്റ് ക്വാളിറ്റി മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ട് മാത്രമാണ് ഈ ഒരു വീട് ചെയ്തിരിക്കുന്നത്. നമുക്ക് നേരെ വന്നു കഴിയുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് ടി വി വെക്കാനുള്ള അറേഞ്ച്മെന്റ് കൊടുത്തിരിക്കുന്നത്. ഭംഗിയായിട്ട് വുഡനായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് കംപ്ലീറ്റ് ആയിട്ട് PVC പാനലിംഗ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. ടി വി വെക്കാനുള്ള സ്പേസിന് താഴെയായിട്ടും കബോർഡുകളായിട്ടൊക്കെ തിരിച്ചിട്ട് ഷെൽഫ് ഫെസിലിറ്റികളെല്ലാം തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് വിൻഡോസ് നോക്കുവാണെങ്കിൽ ഡോർ തുറന്ന് വരുന്ന സമയത്ത് സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് ഇവിടെ വലിയ വിൻഡോസ് തന്നെയാണ് എല്ലാം കിട്ടുന്നത്. ഈ ഭാഗത്ത് നോക്കിയാൽ കാണാം ബാക്കിയുള്ള വിൻഡോസ് ഇവിടെയുമാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് മെയിൻ ഡോർ ചെയ്തിരിക്കുന്നത് തേക്കിലും ബാക്കിയുള്ള ഡോറുകളാണെങ്കിലും മരങ്ങളാണെങ്കിലും എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത് ആഞ്ഞിലിയിലുമായിട്ടാണ്. ഇതിന്റെ റൂഫ് നോക്കുവാണെങ്കിൽ കാണാം സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻ, സിമ്പിൾ ആൻഡ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഡിസൈൻ മാത്രമാണ് റൂഫിൽ കൊടുത്തിരിക്കുന്നത്. അകത്തെല്ലാം സൈഡുകളിലൊക്കെ ആ ബോർഡറിന്റെ അകത്തൊക്കെ LED സ്ട്രിപ്പുകളും ചുറ്റിനും നോക്കുവാണെങ്കിൽ വലിയ LED ബൾബുകളുമാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇവിടുത്തെ വയറും സ്വിച്ചസ് ഒക്കെ നോക്കുവാണെങ്കിൽ ഫിനോലെക്സിലും LED ഒക്കെ ആയിട്ടാണ് ഇവിടുത്തെ എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. നമ്മൾ ലിവിംഗ് സ്പേസ് കണ്ടു. നേരെ നമുക്കിനി ഡൈനിങ്ങിലേക്ക് പോകാം. ആ സമയത്ത് എൻട്രൻസ് നോക്കിയാലും കാണാം ഭംഗിയായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. മുകളിലൊക്കെ ആയിട്ട് നല്ല ഒരു CNC കട്ടിങ്ങിന്റെ ഡിസൈൻ വന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ നമുക്ക് ഷെൽഫ് ഫെസിലിറ്റിയും കിട്ടുന്നുണ്ട്. നേരെ നമ്മൾ ഡൈനിങ് ഹാളിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു ലെഫ്റ്റ് സൈഡ് നോക്കുവാണെങ്കിൽ നമുക്ക് അവിടെ ഒരു വിൻഡോ കിട്ടുന്നുണ്ട്. അതുകൂടാതെ അവിടെ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ്. സ്റ്റെപ്സ് എല്ലാം ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. കടന്നു പോകുന്ന വഴികളിലൊക്കെ ഫുഡ് ലാമ്പ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഹാൻഡ് റൈൽസ് ഒക്കെ വുഡനായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അകത്ത് ടഫന്റെ ഗ്ലാസ് ഇട്ട് സേഫ് ആയിട്ടാണ് മുകൾ ഭാഗം വരെ കവർ ചെയ്തിരിക്കുന്നത്. സ്റ്റെയർ കേസിന്റെ താഴെയുള്ള ഭാഗം നോക്കിയാലും കാണാം എല്ലാം ആ ഒരു ഫുൾ ആയിട്ട് ഒരു സ്പേസ് പോലും വെറുതെ കളയാതെ നിറയെ കബോർഡുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഇതിനകത്ത് നമുക്ക് ഇൻവെർട്ടർ വെക്കാനും ഒരുപാട് സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാനുമായിട്ട് നല്ലൊരു സ്പേസ് ആണ് കിട്ടുന്നത്. ഒരു 8 പേരെ വരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന വലിയൊരു ഡൈനിങ് ഹാള് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഡൈനിങ് ഹാളിൽ എയർ സർക്കുലേഷന് വേണ്ടിയിട്ട് ഈ ഭാഗത്തായിട്ടാണ് 3 വിൻഡോസ് കൊടുത്തിരിക്കുന്നത്. ഡൈനിങ് ഹാളിന്റെ നേരെ റൂഫിലേക്ക് നോക്കുവാണെങ്കിൽ ഭംഗിയായിട്ടുള്ള വർക്കുകളാണ് റൂഫിൽ കൊടുത്തിരിക്കുന്നത്. ആവശ്യത്തിന് മാത്രമാണ് ലൈറ്റ് ഫിറ്റിംഗ്സ് കൊടുത്തിരിക്കുന്നത്. നമുക്കിനി കാണേണ്ടത് ഇവിടുത്തെ വാഷ് ഏരിയ ആണ്. ഈ ഒരു ഭാഗത്തായിട്ടാണ് വാഷ് ഏരിയ വരുന്നത്. ബാക്ക്ഗ്രൗണ്ട് നോക്കിയാൽ നല്ല ഒരു മൊറോക്കൻ ടൈൽ ആ ഒരു ഭംഗിയായ ഡിസൈനിൽ തന്നെയാണ് അത് ചെയ്തിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ടിൽ വലിയൊരു റൗണ്ട് മിറർ വരുന്നുണ്ട്. ജഗ്വാറിന്റെയാണ് വാഷ് ബേസിൻ വരുന്നത്. അത് വെച്ചിരിക്കുന്നത് ബ്ലാക്ക് കളറുള്ള ഗ്രാനൈറ്റിലാണ്. താഴെയുള്ള ഭാഗങ്ങളെല്ലാം തന്നെ കബോർഡുകളായിട്ടൊക്കെ തിരിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്കിവിടെ 3 ബെഡ്റൂമിന്റെ വീടാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. താഴെയായിട്ട് നമുക്കൊരു ബെഡ്റൂം കിട്ടുന്നുണ്ട്. ഡോർ നോക്കിയാൽ കാണാം ആഞ്ഞിലിയിലാണ് ചെയ്തിരിക്കുന്നത്. ഡോറിന്റെ ഡിസൈൻ വന്നിട്ട് ഇതുപോലെയാണ് വരുന്നത്. ബെഡ്റൂമിനകത്തേക്ക് വരുന്ന സമയത്ത് ബെഡ്റൂം സൈസ് നോക്കുവാണെങ്കിൽ 13-11 ഫീറ്റിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. നേരെ വരുമ്പോൾ നമുക്ക് ഈ ഭാഗത്തായിട്ട് 2 വിൻഡോസും ബാക്കി 3 വിൻഡോസ് ഈ ഒരു ഭാഗത്തുമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. റൂഫിൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ ബോർഡർ ഭാഗങ്ങളിൽ മാത്രമാണ് പ്രൊജക്ഷൻ വരുന്നത്. അവിടെ വലിയ LED ബൾബുകളാണ് കൊടുത്തിരിക്കുന്നത്. വാർഡ്രോബ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. വൈറ്റ് കളർ ആണ്. വുഡൻ കളർ ഫ്രെയിം ഒക്കെ ഇട്ടിട്ട് ഭംഗിയായിട്ട് ആ ഒരു പ്യൂരിറ്റിയോട് കൂടിയ വൈറ്റ് കളറിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. മിഡിൽ പോർഷനിലായിട്ട് നമുക്കൊരു വലിയ മിറർ കൂടി കിട്ടുന്നുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്താണ്. ബാത്റൂമിന്റെ ഡിസൈൻ ഇങ്ങനെയാണ് വരുന്നത്. ബാത്റൂം നോക്കുവാണെങ്കിൽ നല്ല സൗകര്യത്തിലാണ് ചെയ്തിരിക്കുന്നത്. ബ്രൗൺ കളറിലുള്ള നല്ല ഗ്ലോസി ആയിട്ടുള്ള ടൈലാണ് വോളിൽ കൊടുത്തിരിക്കുന്നത്. ഫ്ലോറിലാണെങ്കിൽ നല്ല ഗ്രിപ്പോട് കൂടിയ മാറ്റ് ഫിനിഷുള്ള ടൈലുമാണ് കൊടുത്തിരിക്കുന്നത്. ബാത്റൂം ഫിറ്റിംഗ്സ് ഒക്കെ ഞാൻ പറഞ്ഞ് ജാഗ്വാറിലാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ പൈപ്പ് ഫിറ്റിംഗ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ സുപ്രീമിലുമാണ് വരുന്നത്. ഇവിടെ നമുക്ക് ഓൾറെഡി വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷൻ കൊടുത്തിട്ടുണ്ട്. ഗ്ലാസ് പാർട്ടീഷൻ വെച്ചിട്ട് തന്നെയാണ് ഭംഗിയായിട്ട് സെപ്പറേഷൻ കൊടുത്തിരിക്കുന്നത്. റൂഫിലാണെന്നുണ്ടെങ്കിലും LED ബൾബുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടുത്തെ കിച്ചൺ ആണ് നമുക്ക് കാണേണ്ടത്. ഓപ്പൺ കിച്ചൺ മോഡലിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് നല്ലൊരു ക്രോക്കറി ഷെൽഫ് കിട്ടുന്നുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് താഴെ ഭാഗത്തൊക്കെ ഗ്ലാസ് ഡോറുകളും മുകളിൽ സേഫ് ആയിട്ട് കവർ ചെയ്തിരിക്കുന്ന ഒരു ഡോറുമാണ് കൊടുത്തിരിക്കുന്നത്.
വലിയൊരു എൻട്രൻസ് കംപ്ലീറ്റ് ആയിട്ട് വുഡൻ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ആ ഒരു ടോപ്പ് സ്ലാബ് പോർഷൻ വന്നിട്ട് നമുക്ക് ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ്. മുകളിൽ നല്ലൊരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിൽ നോക്കിയാൽ നമുക്ക് അവിടെയും നമുക്ക് നല്ല ഭംഗിയുള്ള പ്ലേറ്റ്സും കട്ട്ലറീസ് ഒക്കെ വെക്കാനായിട്ട് നല്ലൊരു ഷെൽഫ് ഫെസിലിറ്റിയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് കിച്ചണിന്റെ സ്ഥാനം വരുന്നത്. വടക്ക് കിഴക്ക് ഭാഗത്തായിട്ടാണ് കിച്ചണിന്റെ സ്ഥാനം വരുന്നത്. കിച്ചൺ ക്യാബിനറ്റ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ മുകൾ ഭാഗത്ത് കംപ്ലീറ്റ് ആയിട്ട് വൈറ്റ് ഷെയ്ഡും താഴെ നമുക്കൊരു ലൈറ്റ് റോസ് വുഡ് എന്നും അങ്ങനെയൊക്കെ വിളിക്കാവുന്ന ഭംഗിയുള്ള ഒരു കളർ കൂടിയാണ് താഴെ കൊടുത്തിരിക്കുന്നത്. കിച്ചണിലെ ആ ഒരു സ്ലാബ് ഒക്കെ നോക്കുവാണെങ്കിൽ ബ്ലാക്ക് കളർ ഗ്രാനൈറ്റിലാണ്. സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ വൈറ്റ് ആൻഡ് ഗ്രേ കളർ ടൈലും ആണ് കൊടുത്തിരിക്കുന്നത്. ക്യാബിനറ്റ്സ് ഒക്കെ നല്ല ഭംഗിയായിട്ടും നല്ല സൗകര്യത്തിലുമാണ് ചെയ്തിരിക്കുന്നത്. 3 വിൻഡോസ് നമുക്ക് നോക്കുമ്പോൾ കാണാം. അതിന് തൊട്ടടുത്തായിട്ട് തന്നെയാണ് സിങ്കും പൈപ്പ് കണക്ഷനും വരുന്നത്. നമുക്ക് ഇവിടെ ആ ഒരു ഗ്യാസ് സ്റ്റവ് ഒക്കെ വെക്കുവാണെങ്കിൽ കിഴക്കോട്ട് തിരിഞ്ഞ് നിന്ന് നമ്മുടെ വാസ്തുപരമായിട്ട് നോക്കുവാണെങ്കിൽ കിഴക്കോട്ട് തിരിഞ്ഞ് നിന്ന് നമുക്ക് കുക്ക് ചെയ്യാവുന്ന രീതിയിലാണ് അറേഞ്ച്മെന്റ് ചെയ്തിരിക്കുന്നത്. കിച്ചണിൽ നിന്നാൽ ആ ഒരു ഡോർ നമുക്ക് കാണാം. അതിന് മുന്നേ ആയിട്ട് നമുക്ക് ഈ ഭാഗത്തായിട്ടാണ് ഫ്രിഡ്ജ് വെക്കാനുള്ള ഒരു അറേഞ്ച്മെന്റ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ കിച്ചണിന്റെ ഒരു വലുപ്പത്തെ ബാധിക്കാത്ത രീതിയിൽ നമുക്ക് ഇവിടെ ഫ്രിഡ്ജ് വെക്കാനായിട്ട് സ്പേസ് കിട്ടുന്നുണ്ട്. 3-4 പേർക്ക് നിന്ന് മാനേജ് ചെയ്യാവുന്ന അത്ര സ്പേസ് ആണ് ഇവിടെ കിട്ടുന്നത്. കിച്ചണിന്റെ റൂഫിലേക്ക് നോക്കുവാണെങ്കിലും കാണാം കുറച്ച് പ്രൊജക്ഷൻ കൊടുത്തിട്ട് അവിടെയൊക്കെ നമുക്ക് വലിയ LED ബൾബുകളാണ് കൊടുത്തിരിക്കുന്നത്. കിച്ചണിൽ നിന്നുള്ള ഡോർ തുറന്ന് നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങുന്നത് വർക്ക് ഏരിയ സ്പേസിലേക്കാണ്. ഡോർ കൊടുത്ത് കവർ ചെയ്തിട്ടുണ്ട്. മുകൾ ഭാഗത്തും സൈഡിലും എല്ലാം തന്നെ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ വാഷിംഗ് മെഷീൻ വെക്കാനും കൂടി ഒരു ഓപ്ഷൻ ഉണ്ട്. മുകളിലേക്ക് സ്റ്റെപ്പ് കയറി പോകാൻ ബുദ്ധിമുട്ടുള്ളവർക്കാണെങ്കിൽ ഇവിടെ നമുക്ക് ആ ഒരു വാഷിംഗ് മെഷീനുള്ള പോയിന്റും വേസ്റ്റ് വാട്ടർ ലൈനും എല്ലാം ഇവിടെ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ ഫസ്റ്റ് ഫ്ലോറിലാണ് വന്ന് നിൽക്കുന്നത്. ഈ ഒരു ഭാഗത്ത് വരുമ്പോൾ നമുക്ക് ഇവിടെ 3 വിൻഡോസ് ആണ് കിട്ടുന്നത്. സ്റ്റെപ്പ് കയറി നേരെ വന്ന് നിൽക്കുന്നത് വലിയൊരു ഹാളിലേക്കാണ്. ഇവിടെയാണ് നമ്മുടെ അപ്പർ ലിവിംഗ് സ്പേസ് വരുന്നത്. ഇവിടെ നമുക്ക് TV വെക്കാനുള്ള അറേഞ്ച്മെന്റ് കൊടുത്തിട്ടുണ്ട്. താഴെ കബോർഡുകളായിട്ടാണ് വുഡിൽ തന്നെ ചെയ്തിരിക്കുന്നത്. ഇതൊരു വലിയ ഹാള് തന്നെയാണ്. ഇതിന്റെ റൂഫിൽ നോക്കുവാണെങ്കിൽ കാണാം ഭംഗിയായിട്ടുള്ള വർക്കുകളാണ് ചെയ്തിരിക്കുന്നത്. 2-3 സ്ക്വയറുകളൊക്കെ കൊടുത്തിട്ട് അതിന്റെ ആ ഒരു എഡ്ജ് കംപ്ലീറ്റ് ആയിട്ട് LED സ്ട്രിപ്പുകൾ കൊണ്ടും ബാക്കി വരുന്ന ഭാഗങ്ങളിലൊക്കെ വലിയ LED ബൾബുകളൊക്കെ കൊടുത്തിട്ട് വളരെ മനോഹരമായിട്ടാണ് റൂഫിലുള്ള വർക്കുകൾ സിമ്പിൾ ആയിട്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇവിടെ നിന്നാണ് സ്റ്റെപ്പ് കയറി വന്നത്. ആ സമയത്ത് നമുക്ക് ഫസ്റ്റ് ഡോർ തന്നെ ഓപ്പൺ ചെയ്യുന്നത് ഇവിടുത്തെ യൂട്ടിലിറ്റി സ്പേസിലേക്കാണ്. റൂഫ് എല്ലാം കംപ്ലീറ്റ് കവർ ചെയ്തിട്ടുള്ള ഒരു യൂട്ടിലിറ്റി സ്പേസ് തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. വാഷിംഗ് മെഷീൻ ഒക്കെ വെക്കാനുള്ള അറേഞ്ച്മെന്റ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. പ്ലഗ് പോയിന്റ് വെക്കാനുള്ളതും അതുപോലെ തന്നെ വേസ്റ്റ് വാട്ടർ ലൈനും എല്ലാം ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് തന്നെയാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസും സ്റ്റാർട്ട് ചെയ്യുന്നത്. ടെറസ് ഓപ്പൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. യൂട്ടിലിറ്റി സ്പേസ് കഴിഞ്ഞു നമ്മൾ വീണ്ടും ഇവിടുത്തെ ഒരു ഹാളിലാണ് നിൽക്കുന്നത്. നമ്മൾ താഴെ ഒരു ബെഡ്റൂം കണ്ടു. മുകളിൽ നമുക്ക് 2 ബെഡ്റൂമുകളാണ് കാണാനുള്ളത്. ഇവിടെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ബെഡ്റൂമിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 13-11 ഫീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. നേരെ വരുമ്പോൾ തന്നെ നമുക്ക് ഇവിടുത്തെ വാർഡ്രോബുകൾ കാണാൻ പറ്റുന്നുണ്ട്. 3 വിൻഡോസ് ആണ് ആ ഒരു ഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. അതിന്റെ സറൗണ്ടിങ് ഏരിയാസ് കംപ്ലീറ്റ് ആയിട്ട് വാർഡ്രോബുകൾക്ക് വേണ്ടിയിട്ടാണ് സ്പെൻഡ് ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിൽ സ്റ്റോറേജ് കപ്പാസിറ്റി കിട്ടുന്ന രീതിയിലാണ് ഇവിടെ വാർഡ്രോബുകൾ നിർമ്മിച്ചിരിക്കുന്നത്. ബാക്കിയുള്ള 3 വിൻഡോസ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. നമുക്ക് ഇവിടെ അഡീഷണൽ ആയിട്ട് ഡ്രസ്സിംഗ് ടേബിൾ കിട്ടുന്നുണ്ട്. വലിയൊരു മിറർ തന്നെയാണ് ഫുൾ കവർ ചെയ്യാവുന്ന രീതിയിൽ കൊടുത്തിരിക്കുന്നത്. അതിന് തൊട്ടടുത്ത് തന്നെ നമുക്ക് 2 ചെറിയ ഷെൽഫുകളും കിട്ടുന്നുണ്ട്. റൂഫിൽ നോക്കുവാണെങ്കിലും ബോർഡർ ലൈനുകളിലൊക്കെ പ്രൊജക്ഷൻ കൊടുത്തിട്ട് ആ ഭാഗങ്ങളിൽ വലിയ LED ബൾബുകളാണ് കൊടുത്തിരിക്കുന്നത്. ആവശ്യത്തിന് മാത്രം സ്റ്റാൻഡേർഡ് ആയ രീതിയിലാണ് ലൈറ്റ് ഫിറ്റിംഗ്സ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ബാത്റൂം ടൈലുകൾ നോക്കുവാണെങ്കിൽ വൈറ്റ് ആൻഡ് ഗ്രേ കളർ കോമ്പിനേഷനിലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയും നമുക്ക് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷൻ കൊടുത്തിട്ടുണ്ട്. ഓൾറെഡി ഗ്ലാസ് പാർട്ടീഷൻ വെച്ചിട്ട് തന്നെയാണ് സെപ്പറേഷൻ വരുന്നത്. നല്ല സൗകര്യത്തിൽ തന്നെയാണ് 2 ബാത്റൂം കണ്ടതും ചെയ്തിരിക്കുന്നത്. 2 ബെഡ്റൂമുകളും കണ്ടു കഴിഞ്ഞു. നമ്മളിനി ഫൈനൽ ആൻഡ് തേർഡ് ബെഡ്റൂം ആണ് കാണാൻ പോകുന്നത്. സെക്കൻഡ് ബെഡ്റൂമിന്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് 3ാമത്തെ ബെഡ്റൂം വരുന്നത്. കമ്പാരിറ്റീവ്ലി ചെറിയൊരു സൈസിലാണ് ഈ ഒരു ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ലെങ്ത്തും വിഡ്ത്തും നോക്കുവാണെങ്കിൽ 9.5 തന്നെയാണ് വരുന്നത്. നേരെ വരുമ്പോൾ നമുക്ക് ഇവിടെ ആയിട്ടാണ് 3 വലിയ വിൻഡോസ് കൊടുത്തിരിക്കുന്നത്. റൂഫിലാണെന്നുണ്ടെങ്കിലും ആവശ്യത്തിനുള്ള വർക്കുകളും LED ലൈറ്റ് ഫിറ്റിംഗ്സും LED സ്ട്രിപ്പുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ വാർഡ്രോബുകൾ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് ചെയ്തിരിക്കുന്നത്. മുകളിലും താഴെയും ഒക്കെ നല്ല രീതിയിൽ കപ്പാസിറ്റി കിട്ടുന്ന രീതിയിൽ തന്നെയാണ് വാർഡ്രോബുകൾ ചെയ്തിരിക്കുന്നത്. അതിന് തൊട്ടടുത്ത് ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഇവിടുത്തെ ബാത്റൂം ടൈൽസ് നോക്കുവാണെങ്കിൽ ഫ്ലോറിലെല്ലാം വന്നിട്ട് നല്ല ഡാർക്ക് ബ്രൗൺ കളറും മുകളിലൊക്കെ വന്നിട്ട് ലൈറ്റ് യെല്ലോയിഷ് കളറും കൂടിയ ഒരു ബ്രൗണും കൂടിയാണ് കൊടുത്തിരിക്കുന്നത്. 3 ബെഡ്റൂമുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി ബാൽക്കണിയാണ് കാണാനുള്ളത്. ബാൽക്കണിയുടെ ഡോറിന്റെ തൊട്ടടുത്തായിട്ട് നമുക്ക് 2 വിൻഡോസും കൊടുത്തിരിക്കുന്നത് കാണാം. ഇവിടുത്തെ പെയിന്റ് നിങ്ങൾ ശ്രദ്ധിച്ചു കാണാൻ നല്ല ഭംഗിയായിട്ടുള്ള ലൈറ്റ് ഷെയ്ഡ് പെയിന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇൻഡിഗോടെയാണ് പെയിന്റ്സ് എല്ലാം തന്നെ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഡോർ തുറന്നാൽ നമ്മൾ നേരെ ഇറങ്ങുന്നത് ബാൽക്കണി സ്പേസിലേക്കാണ്.
നമ്മൾ നേരെ ബാൽക്കണിയിലേക്ക് വരുമ്പോൾ വലിയൊരു ബാൽക്കണി തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. കംപ്ലീറ്റ് ആയിട്ട് ഹാൻഡ് റെയിൽസ് ഒക്കെ വെച്ച് സേഫ് ആയിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. നേരെ റൂഫിൽ നോക്കുവാണെങ്കിൽ LED ബൾബുകളും നല്ല ഭംഗിയൊരു ഹാങ്ങിങ് ലൈറ്റും ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തേക്കൊക്കെ നമ്മൾ വരുന്ന സമയത്ത് ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് ചെറിയൊരു സ്പേസ് കുറച്ചിങ്ങോട്ട് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മൾ അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് നോക്കിയാലും അവിടെ നമുക്ക് ഈ ഒരു കവറിങ്സ് വരുന്ന ആ ഒരു ഹാൻഡ് റെയിൽ കൊടുത്തിരിക്കുന്ന പോർഷൻ എല്ലാം ഇവിടെ എൻഡ് ചെയ്യാണ്. അങ്ങോട്ട് നമുക്ക് അത്യാവശ്യം ഇറങ്ങണമെങ്കിലും അവിടെയും നമുക്ക് സ്പേസ് കിട്ടുന്നുണ്ട്. ഈ ഒരു വീട് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇന്ന് മാർബിൾ ഹോംസ് നിങ്ങളെ പരിചയപ്പെടുത്തിയ വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത് തേവയ്ക്കലാണ്. തേവയ്ക്കൽ ജംഗ്ഷനിൽ നിന്ന് വെറും 500 മീറ്റർ മാത്രമാണ് നമുക്ക് ഈ കാണുന്ന വീട്ടിലേക്കുള്ള ദൂരം വരുന്നത്. ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ കാണുന്ന ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. നല്ലൊരു ലൊക്കേഷൻ ആണ്. നമുക്ക് നല്ല വീതിയുള്ള ടാർ റോഡാണ് നമ്മുടെ ഒരു വില്ലയുടെ ഫ്രണ്ടിലൂടെ പോകുന്നത്. നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ കണ്ടു, വീടിന്റെ ഫ്രണ്ടിലൂടെ പോകുന്ന എല്ലാവർക്കും നമ്മുടെ വീടിന്റെ ഭംഗിയൊന്ന് ആസ്വദിച്ച് പോകാവുന്ന രീതിയിൽ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. എല്ലാ സൗകര്യങ്ങളും കൊണ്ട് എല്ലായിടത്തേക്കും ഈസി ആയിട്ട് നമുക്ക് എത്തിപ്പെടാം. സീപോർട്ട് റോഡ്, കുസാറ്റ് ഇവിടങ്ങളിലേക്ക് എല്ലാം വളരെ ഈസി ആയിട്ട് എത്താം. എല്ലാം നല്ല സ്കൂളുകൾ നമുക്ക് ഇതിനടുത്ത് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. ആരാധനാലയങ്ങൾ, അങ്ങനെ എന്ത് സൗകര്യങ്ങളാണ് ഇവിടെ ഇല്ലാത്തത് മാത്രം നിങ്ങൾ ചോദിച്ചാൽ മതി. അങ്ങയുടെ ലൊക്കേഷനിലാണ് ഇന്ന് മാർബിൾ ഹോംസ് പരിചയപ്പെടുത്തിയ വീട് സ്ഥിതി ചെയ്യുന്നത്. വീടിന്റെ ഡീറ്റെയിൽ നോക്കുവാണെങ്കിൽ 4 സെന്റ് സ്ഥലത്ത് 1780 സ്ക്വയർ ഫീറ്റിൽ 3 ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബെഡ്റൂമുകളോട് കൂടിയിട്ടാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. 4 സെന്റ് ഓഫ് ലാൻഡിൽ 1780 സ്ക്വയർ ഫീറ്റിൽ 3 BHK ആയിട്ട് ചെയ്തിരിക്കുന്ന ഈ വീട്ടിൽ നമുക്ക് 2 കാർ പാർക്കിംഗ് ഫെസിലിറ്റി കിട്ടുന്നുണ്ട്. വാട്ടർ സോഴ്സുകൾ വരുന്നത് നമുക്ക് KW ആൻഡ് ബോർവെൽ വാട്ടർ ആണ്. എല്ലാ സൗകര്യങ്ങളുമുള്ള ഈ ഒരു വീട് നിങ്ങൾക്ക് ലോൺ വ്യവസ്ഥയിൽ സ്വന്തമാക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ ഏത് ബാങ്കിൽ നിന്ന് വേണമെങ്കിലും അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. ഓണർ ഈ വീടിന് ചോദിക്കുന്ന പ്രൈസ് 85 lakhs ആണ്. 85 ലക്ഷം എന്നുള്ള ഇതിന്റെ പ്രൈസ് സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്. ഇത്രയും ഭംഗിയുള്ളൊരു വീട് ഇതുപോലുള്ള സ്ഥലത്ത് ചെയ്യുന്നത് നിങ്ങൾക്കറിയാം. 85 ലക്ഷം രൂപ എന്നുള്ളത് നല്ലൊരു എമൗണ്ട് തന്നെയാണ്. നമുക്ക് വീട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ നേരിട്ട് ഓണറുമായി സംസാരിക്കുന്ന സമയത്ത് നമുക്ക് മാക്സിമം നെഗോഷിയേറ്റ് ചെയ്ത് ഞങ്ങൾ തീർച്ചയായിട്ടും വാങ്ങിത്തരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പം വീട് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ മാർബിൾ ഹോംസിന്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. ഇതുപോലെ മനോഹരമായ വീടുകളുടെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.